നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഷ്ടപ്പെട്ടു പോകുന്ന സീറ്റുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം CPMന്റെ ഭാഗത്തു നിന്ന് ശക്തമായി നടക്കുന്നുണ്ട്. ഇതുവരെ ചെയ്തു കൂട്ടിയ പ്രക്രിയകൾ കൊണ്ട് ജനങ്ങൾ ഇനി തങ്ങളെ അംഗീകരിക്കുമോ എന്നുള്ള ഭയം പല CPM സഖാക്കന്മാർക്കും ഉണ്ടായിട്ടുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ്. പല പ്രതികരണങ്ങളിലൂടെയൊക്കെ ഇനിയും ഒരു ഭരണം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടു തന്നെ അറിയണം എന്നുള്ള മട്ടിലാണ് സഖാക്കന്മാർ. പക്ഷേ മന്ത്രിസഭയിലിരിക്കുന്ന അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ളവർക്ക് അത്തരത്തിൽ നിസാരമായിട്ട് കണ്ടറിയണം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആ സീറ്റിന്റെ സുഖവും പവറും നന്നായി അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ്, ആ പവർ മുന്നോട്ട് കൊണ്ടുവരാൻ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കഴിയുന്ന രീതിയിൽ പഠിച്ച പണി 18 നോക്കിക്കൊണ്ട് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പുറത്തു വരുന്നത്. നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ CPMന്റെ നേതൃത്വത്തിൽ വലിയ വോട്ട് കൊള്ള അല്ലെങ്കിൽ വോട്ട് പിടിക്കാനുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം. നഗരൂർ പഞ്ചായത്തിലെ വോട്ട് കൊള്ളയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സൂചനയായിട്ട് കണക്കുകളായിട്ട് പുറത്തു വരുന്നത്. കരുവാരം ഗ്രാമപഞ്ചായത്തിലുള്ള ചിലരെയാണ് നഗരൂർ 5-ാം വാർഡിലേക്ക് അവിടുത്തെ CPM നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടി തിരികെ കയറ്റിയിരിക്കുന്നത് എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള കുതന്ത്രമായിട്ടാണ് ഇത്തരത്തിൽ മറ്റൊരു പഞ്ചായത്തിൽപ്പെടുന്ന ആളുകളെ ഈ പഞ്ചായത്തിലേക്ക് പേര് മാറ്റി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് സൂചന. സ്ഥിരതാമസമല്ലാത്ത, ഇടയ്ക്കൊക്കെ അവിടെ വന്നു പോകുന്ന, പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ചിലരെയാണ് ഇത്തരത്തിൽ മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ കുത്തി കയറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. എന്തായാലും വിഷയം വലിയ രീതിയിൽ വിവാദമായതോടെ ഇതേക്കുറിച്ച് പഠിച്ച് പരിശോധിച്ച് നടപടിയെടുക്കും എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം പ്രതികരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വോട്ട് കൊള്ളകൾക്കൊപ്പം തന്നെ ക്രമക്കേടുകളും നടന്നു തുടങ്ങിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ പോലും ക്രമക്കേട് എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ഇതിനേക്കാൾ വലിയ ചില തിരിമറികൾ കൂടെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടും ഇന്ന് തന്നെ പുറത്തു വന്നിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെ സംബന്ധിച്ച ജനഹിതം അറിയാനുള്ള തീരുമാനം സംസ്ഥാന വ്യാപകമായിട്ട് ഒരു സർവേ മുഖാന്തരം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. നവകേരള ക്ഷേമ സർവേ എന്ന് പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു സർവേ നടത്താൻ സർക്കാർ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത് പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ പാർട്ടി പരിപാടിയെ മാത്രം നടത്തേണ്ടുന്ന ഒരു പരിപാടിയാണ് എന്നത് മറ്റൊരു വശത്തുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ, അതൊന്നും വകവയ്ക്കാതെ സർക്കാർ ക്ഷേമം അന്വേഷിക്കുന്നു എന്ന തരത്തിൽ ഒരു പരിപാടി, ഒരു ക്ഷേമ സർവേ നടത്തുമ്പോൾ അതിന്റെ വോളണ്ടിയർമാരായിട്ട് റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സഖാവ് എന്ന ലെവലുള്ള ആളുകളെ ആയിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൂടെ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും അത്തരത്തിലൊരു വിവാദം ഉടലെടുക്കുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് 20 കോടിയോളം രൂപയാണ് ഇത്തരം ഒരു സർവേക്ക് വേണ്ടി സർക്കാർ മാറ്റിവെക്കുന്നത് എന്ന് പറയുമ്പോൾ DYFIക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ച തുക 20 കോടി എന്നത് തന്നെ പറയേണ്ടി വരും. എന്തായാലും സർവേക്ക് വളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കുന്നു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. സർക്കാർ പരിപാടിയിൽ DYFIയെ പങ്കാളിയാക്കി കോടികൾ നൽകും എന്നുള്ളതാണ് നിലവിലത്തിൽ പുറത്തു വരുന്ന സൂചന. ഈ കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് അറിയിച്ചു എങ്കിൽ പോലും പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ തീരുമാനവും ശ്രമവും. സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനകം തന്നെ 20 കോടിയോളം രൂപ അനുവദിച്ച സർവേ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടത്തും. കോളേജ് വിദ്യാർത്ഥികളെ അടക്കമുള്ള വോളണ്ടിയർമാർ 80 ലക്ഷം വീടുകളിലെത്തി വിവരം ശേഖരിക്കണം എന്നതാണ് സർവേ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. എന്നാൽ ഈ കോളേജ് വിദ്യാർത്ഥികൾ പാർട്ടിയെ അനുസരിക്കുന്ന DYFI അനുയായികൾ ആകും എന്നുള്ളതാണ് വസ്തുത. അവർക്ക് അവസരം ഒരുക്കുക, അതായത് ഒരു പിൻവാതിൽ നിയമനമൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ സഖാക്കന്മാരെ കുത്തിത്തിറങ്ങാൻ വേണ്ടി പല സംവിധാനങ്ങളിലും പല സർക്കാർ ഓഫീസുകളിലും ഒഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്ന നയം. അതുപോലെ തന്നെ ഒരു വരുമാനം DYFI പ്രവർത്തകർക്ക് വരുമാനമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു സർവേ നടത്തലായിരിക്കണം ഇത് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ എത്തുന്നത്.
നമുക്കറിയാം, ഇതിനു മുമ്പ് ഒരു പരിപാടി നടത്തിയിരുന്നു, നവകേരള സദസ്സ് എന്ന് പറയുന്ന പരിപാടി. ജനങ്ങളുടെ ക്ഷേമം അറിയാൻ വേണ്ടിയാണ്, ജനങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് നേരിട്ടറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പരിപാടി നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് പിണറായി സർക്കാർ ചിലവിട്ടു. എന്തിനേറെ പറയുന്നു, പണം ചിലവിട്ടു എന്നത് മാത്രമല്ല, മന്ത്രിമാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി ചിലവഴിക്കേണ്ടുന്ന സമയം ഒരു വലിയ ബസ്, കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു ബസ് തന്നെ തയ്യാറാക്കി ഒരു യാത്ര പോകുന്നത് പോലെ 2-3 ദിവസമാണ്, മാസങ്ങളാണ് ചിലവിട്ടത്, അല്ലെങ്കിൽ പാഴാക്കി കളഞ്ഞത്. എന്നിട്ടോ ഒരാളുടെ പോലും പരാതി, അന്ന് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ലഭിച്ച പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ പരാതി പരിഹരിക്കുമെന്ന് പറഞ്ഞു നടത്തിയ പരിപാടിയിൽ പോലും ഒരു പരിഹാരമോ നടപടിയോ ഉണ്ടാകാത്ത ഇടത്താണ് ഇപ്പോൾ ക്ഷേമം അറിയാൻ വേണ്ടി കോടികൾ ചിലവാക്കിയ ഒരു സർവേ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്ന് പറയുന്നതിലെ വിരോധാഭാസം എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളെ കേൾക്കുകയും വികസനവും ക്ഷേമവും സംബന്ധിച്ച അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയുമാണ് ഈ പുതിയ പരിപാടി, പുതിയ സർവേയുടെ ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ ജനങ്ങളെ കേൾക്കുന്നതിനൊപ്പം മൂന്നാം ഇടത് സർക്കാരിനായിട്ടുള്ള പ്രകടന പത്രികയിലടക്കം കാണിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് പിടിക്കൽ തന്ത്രമാണോ ഇതിന് പിറകിലുള്ളത് എന്നുള്ള ഒരു ചോദ്യം ജനങ്ങൾക്കിടയിലും ചില രാഷ്ട്രീയ നേതാക്കൾക്കിടയിലുമുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു പരിപാടി, സർവേ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിക്കാരെയും ഇടത് അനുഭാവികളെയും പരമാവധി ഇടങ്ങളിൽ വോളണ്ടിയർമാരായി നിയോഗിക്കാൻ സർക്കാർ ഒത്താശ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. പിന്നാലെ ഈ നിലയ്ക്കുള്ള ഒരുക്കവും സംഘടനാ തലത്തിൽ തുടങ്ങിയെന്നാണ് സൂചന. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച അറിയിപ്പ് ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയതോടെ ലോക്കൽ കമ്മിറ്റികൾ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോളണ്ടിയർ പട്ടിക തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ അറിയിപ്പിന്റെ പകർപ്പാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നതും വിവാദത്തിലേക്ക് കടക്കുന്നതും. സർവേക്ക് താല്പര്യമുള്ള ഇടതനുഭാവികളെ വോളണ്ടിയർമാർക്കുള്ള ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിലടക്കം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പലയിടത്തും പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ പട്ടിക സർവേക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കുന്നതോടെ പ്രത്യേക പരിശീലനം നൽകി തുടങ്ങും. കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയിലെ ഇടത് അനുഭാവികൾ, പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രാദേശിക ഭാരവാഹികൾ എന്നിവർക്കൊപ്പം പലയിടത്തും പാർട്ടി അംഗങ്ങളെയും വോളണ്ടിയർമാരായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. പഞ്ചായത്ത് വാർഡുകളിൽ 6, നഗരസഭാ വാർഡുകളിൽ 8 പേരെയാണ് വോളണ്ടിയർ സേനയിലായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സർവേയുടെ മേൽനോട്ടത്തിൽ ചുമതലപ്പെടുത്തുന്നതും പാർട്ടിക്കാർ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് സൂചന. സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന സർവേക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമെന്ന് ചൂണ്ടിക്കാട്ടി മറ്റ് പാർട്ടികൾ ഒഴിഞ്ഞും നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഇവർക്ക് പ്രതിഫലം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നീട് പ്രതിഫലം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് സൂചന. ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ ഫണ്ട് പോക്കറ്റിലാക്കാനുള്ള അവസരമാണ് ഡിവൈഎഫ്ഐക്ക് മുന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുൻപുള്ള LDFന്റെ സ്ക്വാഡ് വർക്കായി സർവേ മാറുന്നു എന്നുള്ള ഒരു വിമർശനം ഈ ഒരു സാഹചര്യത്തിൽ ശക്തമാകുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല പരിപാടികളും സർക്കാരിന്റെ പേരിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു രാഷ്ട്രീയ പരിപാടിയായിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായിരുന്നു ശബരിമലയുടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയത്. നമുക്കറിയാം, ശബരിമലയുടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ പരിപാടി നടത്തിയത്. ശബരിമലയുടെ വികസനം, ശബരിമലയിലേക്കുള്ള കാനന പാത, അതെല്ലാം വികസിപ്പിച്ചെടുക്കുക, എന്താണ് ശബരിമലയിലേക്ക് ഇനി വികസനത്തിന് വേണ്ടി വേണ്ടതെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഭക്തരുമായിട്ടും അവിടുത്തെ വിശ്വാസികളുമായിട്ടും നേരിട്ട് സംസാരിച്ച് ഒരു നിലപാടിലേക്ക്, മാറ്റങ്ങളിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്ന് പരിപാടി വിജയിച്ചു എന്ന് പാർട്ടി നേതാക്കന്മാരും അതുപോലെ തന്നെ പിണറായി സർക്കാരും അവകാശപ്പെട്ടതല്ലാതെ അന്ന് ആ പ്രഖ്യാപനത്തിൽ ഒരു സ്പോൺസർമാരെ കണ്ടെത്താൻ പോലുമുള്ള ഒരു ഗഡ്സിലേക്ക് സർക്കാർ എത്തിയിരുന്നില്ല. ഒരു സ്പോൺസർമാർ പോലും ആ ഒരു പരിപാടിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്ത് ഉദ്ദേശത്തിലായിരുന്നു പരിപാടി നടത്തുന്നത് എന്ന് പ്രഖ്യാപിച്ചത് അതെല്ലാം പാഴായി എന്നത് മാത്രമാണ്. ആ ചിലവിലും ലക്ഷങ്ങളുടെ കടമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലത്താണ് ഒരു കാര്യവുമില്ലാത്ത ഇത്തരത്തിലുള്ള പരിപാടികൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്
ഏറ്റവും വലിയ വിരോധാഭാസം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കേരളത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ പലരുടെയും ക്ഷേമ പെൻഷൻ, ശമ്പളം ഇതിലൊക്കെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് സർക്കാർ സംവിധാനങ്ങളിൽ ശമ്പളം മുടങ്ങുന്ന രീതി പോലും ഉണ്ടായത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അങ്ങനെയുള്ള കാര്യം ഉണ്ടായതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നതാകട്ടെ സാമ്പത്തിക പ്രതിസന്ധിയും. ഖജനാവിൽ 5 പൈസയില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ പലയിടത്തും കൈമലർത്തി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സർക്കാരാണ് ഇത്തരത്തിൽ നവകേരള സദസ്സ്, നവകേരള സർവേ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ സ്വന്തം പാർട്ടിക്കാരെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ആ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഖജനാവിൽ പണമില്ല എന്നൊക്കെ ഇവർ പറയുന്നതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും സർക്കാരിന്റെ ഉഡായിപ്പുകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിലെത്തുമ്പോൾ അവിടെ ആവുന്നതിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയാൽ ആ സീറ്റ് ഒരിക്കലും തിരികെ വരില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം പല സഖാക്കന്മാരിലുമുണ്ട്. ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കഴിവിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് വലിയൊരു വിമർശനത്തിന് ഇടയാക്കുന്നത്.